ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോൺ ജറാറിന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്ത് ഓളമറ്റത്ത് ഒരു ഈ തൂക്കുപാലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് ആ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വെള്ളം വന്ന് അത് ഒലിച്ച് പോയി. അതിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തൊടുപുഴയിലെ അടുത്തുള്ള കുറച്ച് നല്ല കാഴ്ചകളാണ്. അതുപോലെ ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പിന്നെ അതിൻ്റെ അടുത്തുള്ള ചെറിയൊരു ടൂറിസ്റ്റ് പാറയുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി എല്ലാവരെയും കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഉറവപ്പാറയ്ക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ. അതായത് തൊടുപുഴ മൂലമറ്റം വഴിക്കാണ് ഈ ഓളമറ്റം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് തിരിച്ച് നമുക്ക് ഉറവപ്പാറയ്ക്ക് പോകേണ്ടത്. അപ്പം തൊടുപുഴയിൽ നിന്ന് നമുക്കൊരു 2 കിലോമീറ്റർ ഉള്ളൂ ഈ ഓളമറ്റം എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് നമുക്ക് ഉറവപ്പാറയ്ക്ക് കയറി പോകാം. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോകുന്ന വലത്തേക്ക് ഒരു വളവും കൂടിയുണ്ട്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. വാഹനം ഇവിടം വരെ കടത്തി വിടുകയുള്ളൂ. അവിടെ ഒരു ചെറിയ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടോ. അതിൻ്റെ മുകളിൽ പാർക്കിങ്ങിനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഉത്സവ സമയത്തൊക്കെ ആയിരിക്കും അത് പാർക്കിങ് അനുവദിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമുക്ക് നടന്നു കയറി പോരാനുള്ള വഴി ഇത് വേറെ ഉണ്ട് കേട്ടോ. താഴെക്കട അത് പാറയക്കട തന്നെ നല്ല അടിപൊളി ഒരു വഴി കേട്ടോ. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മളിത് ഈ കാണുന്ന കേട്ടോ അമ്പലം, നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അമ്പലത്തിൻ്റെ കാഴ്ചകളും ഒത്തിരി ചരിത്രങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പം നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉറവപ്പാറ. അപ്പോൾ ഇത് കേരള പഴനി എന്നും ഇത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു സ്വാമി ക്ഷേത്രം കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം പരിസരം ഒന്ന് നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ടാണ് ഈ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു വിശ്വാസത്തോടൊപ്പം കാഴ്ചയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു നല്ലൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ഉറവപ്പാറ ക്ഷേത്രം. ഈ പാറയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിന് ചുറ്റും നോക്കിയേ, ഈ മരങ്ങൾ ഉണ്ടായി വന്നേക്കുന്നത് അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത്രയും പാറയുടെ മുകളിലാണ് ആ മരങ്ങൾ എന്ത് പച്ചപ്പായിട്ട് അത് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വന്നാൽ നല്ല അടിപൊളി കാഴ്ചകൾ ഇതിൻ്റെ ചുറ്റുപാടെല്ലാം കാണാനുണ്ട് കേട്ടോ. നോക്കി ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും പാറ, അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര മരനിരകളോ ഇലവിഴ പൂഞ്ചിറ അങ്ങനെ ഇഷ്ടംപോലെ എവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാൽ പാറമടകൾ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ നമുക്ക് തൊടുപുഴ കാണാം. ഇത്ര നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് ഇനി കാണാം. അപ്പോൾ നമ്മൾ ഈ ഉറവപ്പാറ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ പാറയിൽ നിന്ന് നോക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മുടെ തൊടുപുഴ ടൗൺ കാണാൻ എത്ര ഭംഗിയാണെന്നറിയാമോ. നോക്കി ആ ബിൽഡിങ്ങുകളെല്ലാം കിടക്കുന്നത്. അതുപോലെ തൊടുപുഴ ടൗണിൻ്റെ അടുത്ത് ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഈ ഉറവപ്പാറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിശ്വാസവും കാഴ്ചകളും അതോടൊപ്പം ടൂറിസവും എല്ലാം ഒത്തുചേർന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഉറവപ്പാറ ക്ഷേത്രം പരിസരങ്ങളും ക്ഷേത്രവും. അപ്പോൾ കൂട്ടുകാരെ, ഉറവപ്പാറ ക്ഷേത്രത്തിലേക്ക് നടന്നു കയറി പോരുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. ഈ പാറയക്കട തന്നെ താഴെ നിന്ന് കയറി വരുന്ന എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കി. അതുപോലെ ആ റോഡാട്ടോ ഈ കാണുന്നത്. നമ്മൾ കയറി വന്ന വണ്ടിയായിട്ട് കയറി വന്ന റോഡാണ് കാണുന്നത്. അവിടെ നിന്നാണ് നടന്ന് കയറി പോരുന്നത്. ഈ പാറയക്കട സ്റ്റെപ്പൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് സ്റ്റെപ്പ് കുത്തി വെച്ചേക്കുന്നു. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇത് ക്ഷേത്ര കോമ്പൗണ്ടിലെ കുളമാട്ടോ. ഈ പാറയിലൊരു കുളം നിർമ്മിച്ചത് പറ്റാത്ത കുളമാണ്. ഇതിൻ്റെ അകത്ത് നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ വാണിംഗ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ക്ഷേത്ര സമയത്ത് അല്ലാത്ത സമയങ്ങളിലൊന്നും ഇവിടെ കാല് കഴുകാൻ ഇറങ്ങുമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുകയോ ഒന്നും ചെയ്യരുത്, അപകട സാധ്യതയുണ്ട് എന്ന് ഇവിടെ സൂചനാ ബോർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശക്തമായ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഇവിടെ ക്ഷേത്ര ഭാരവാഹികൾ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇവിടെ വരാൻ നേരത്ത് ആരും ഈ കുളത്തിലൊന്നും അസമയത്ത് ഇറങ്ങാൻ തയ്യാറാവരുത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽപ്പെടുന്ന ഓളമറ്റം എന്ന സുന്ദരമായ ഗ്രാമം കാഴ്ചകൾ കൊണ്ട് വളരെയേറെ സമ്പന്നമാണ്. ഓളമറ്റം മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മലയാള പഴനി, കേരള പഴനി എന്നിങ്ങനെ അറിയപ്പെടുന്നതും. ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ബാലസുബ്രഹ്മണ്യൻ്റെ രൂപത്തിലാണ് മുരുകൻ ഇവിടെ അധിപനായിരിക്കുന്നത്. ഇവിടെയുള്ള വിഗ്രഹം സ്വയം ജനിച്ചതാണെന്നാണ് ഐതിഹ്യം. മഹാഭാരതത്തിലെ പ്രശസ്ത നായകന്മാരായ പാണ്ഡവരും അവരുടെ ഭാര്യ ദ്രൗപദിയും 12 വർഷത്തെ വനവാസകാലത്ത് ഇവിടെ താമസിച്ചതായും ഐതിഹ്യത്തിൽ പറയുന്നു. ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മലയാള മാസമായ മകരമാസത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ഇവിടെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉപ്പും കുരുമുളകുമാണ് ഇവിടെ സമർപ്പിക്കേണ്ട ഇവിടുത്തെ പ്രധാന 2 വഴിപാടുകൾ. ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് ഭീമന്റെ കാൽ പതിഞ്ഞ ഒരു കുളമാണിത്. ഇവിടെ ഈ വെള്ളം ഒരിക്കലും പറ്റിയല്ല. ഇവിടെ എപ്പോഴും ഇതുപോലെ എന്നാ വേനൽ വന്നാലും ഈ വെള്ളം ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കും. അതുപോലെ അതുകൊണ്ടോ ഭീമന്റെ ഏകദേശം ഒരു മനുഷ്യന്റെ കാൽപാദം പോലെ കേട്ടോ നമുക്ക് ഇവിടെ കാണുന്നത്. ഈ ഒരു കാൽപാദം കുറ്റിയുടെ സൈഡ് പോലെ നമുക്ക് അവിടെയൊക്കെ തോന്നൂട്ടോ. അതുപോലെ ഇത് നോക്കി ഇവിടെ ഒരു മൊത്തത്തിൽ നോക്കാൻ ഒരു കാൽപാദം പോലെ നമുക്കൊക്കെ ഒന്ന് തോന്നും. ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അതായത് ഇവിടെ കമ്പിവേലിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും നല്ല ഗ്യാപ്പുണ്ട്. ഇവിടെ തെന്നിയൊക്കെ പോയാൽ താഴേക്ക് വലിയ അഗാധമായ പൊക്കയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇതിൽക്കൂടെ നടക്കാനും കാഴ്ചകളൊക്കെ കാണാനും. ഇപ്പോൾ നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ പുറകുഭാഗത്ത് ഉള്ള പാറ കേട്ടോ. ഇത് കുറേ ഒരു 1/2 കിലോമീറ്ററോളം ഈ പാറ നീണ്ടു കിടക്കുക കേട്ടോ അമ്പലത്തിൻ്റെ പുറകിൽ. അതുപോലെ ഇവിടെ ഈ പാറയുടെ അറ്റത്താണ് ഭീമൻ അടുപ്പ് കൂട്ടി എന്ന് പറഞ്ഞ 3 കല്ലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പറയുന്ന പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ചു എന്ന് പറയുന്ന അടുപ്പുകല്ലാട്ടോ അത് ഈ കാണുന്നത്. അതുകൊണ്ടോ ഒരു 5 കല്ല് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഈ കല്ലുകൾ വേറെ ഒരിടത്തുനിന്നും ഉരുണ്ടു വരാനോ അല്ലാതെ പൊട്ടി വരാനോ ഒന്നും ഉള്ള ഒരു കാഴ്ചയൊന്നും ഇവിടെ നമുക്ക് കാണാനില്ല. അപ്പം ഇത് കൊണ്ടുവന്ന് വെച്ചതായിട്ട് നമുക്ക് ഐതിഹ്യങ്ങൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ വന്നപ്പം ഈ ഏതൊരു നമ്മുടെ വിശ്വാസ സ്ഥലത്തിൻ്റെ ആയാലും ആ പരിസരങ്ങൾ നമ്മൾ വിശ്വാസത്തോടു കൂടി കാത്തു സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നപ്പോൾ വളരെ സങ്കടകരമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് കണ്ടോ. ഇവിടെ മൊത്തം കുപ്പിച്ചില്ലുകളാണ്. അതുപോലെ അവിടെ കുപ്പിയൊക്കെ അതിൻ്റെ ആ പാറയുടെ കീഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ ഒരു മോശമായ പരിപാടിയാണ്. അപ്പോൾ ആരായാലും കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും അവിടെ നിക്ഷേപിക്കാതെ പോവുക. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ഇടേണ്ട സാധനങ്ങളിൽ കൊണ്ടുപോയി ഇടുക. അതെല്ലാവരും ഒന്നും മനസ്സിൽ വെക്കണേ. അതൊക്കെ നമ്മൾ ഒരിടത്തും ഒരു സാധനവും വലിച്ചെറിയാതിരിക്കുക. ഈ ഉറവപ്പാറ അമ്പലത്തിൻ്റെ അടുത്തായി ഇത് 2 മലകളാട്ടോ നമുക്ക് ഇവിടെയുള്ള ആണും പെണ്ണും. അതുപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെൺമല ആണെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത ആൺമല. നമ്മൾ ഇതിൽ ഇറങ്ങി അതൊരു ടൂറിസത്തിൻ്റെ ഒരു നല്ലൊരു സ്ഥലമാണത്. അപ്പം നമുക്ക് ആ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പാറയുടെ ഒരറ്റത്ത് വന്നപ്പം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഗുഹ കണ്ടോ. ഒരു വലിയ ഗുഹ നോക്കി. ഇതിൻ്റെ അകത്ത് ഈ അടുത്ത പാറയിലേക്ക് വന്നേക്കുന്നത്.
നമ്മുടെ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള ഒരു 360 വ്യൂ എന്ന് പറയുന്നത് ഇതാട്ടോ, ഒരു രക്ഷയില്ല. അത്ര നല്ല കാഴ്ചയാട്ടോ നമുക്ക് ഈ പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ പാറയുടെ മുകളിലുള്ള വഴിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാറുകളൊക്കെ ഈ പാറയുടെ മുകളിലെത്തും. അതുപോലെ നടന്ന് നമുക്ക് ഈ പാറയുടെ അങ്ങ് അറ്റം വരെ നമുക്ക് നടക്കാൻ സാധിക്കും കേട്ടോ. ഈ പാറയുടെ ഇരു സൈഡ് എന്ന് പറയുന്നത് അഗാധമായ ഒരു ഗർത്തം തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് അത്രയ്ക്ക് താഴ്ചയാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റൂല അതിൻ്റെ പിന്നെ അടിഭാഗം. അതിലെ കൂടെയൊക്കെ കണ്ട തൊടുപുഴ നോക്കിയേ, നമ്മുടെ കുറേ തൊടുപുഴ പട്ടണമാണ് വിശാലമായി കിടക്കുന്നത്. എന്ത് ഭംഗിയാലേ, ഇടയ്ക്കെല്ലാം പച്ചപ്പുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇതേ ഈ പാറ നോക്കി എത്ര വിശ്വമായിട്ട് കിടക്കുന്നത് നോക്കിയേ, എന്ത് ഭംഗിയാലേ നമ്മുടെ ഈ തൊടുപുഴ. അതുപോലെ ഈ പാറയൊക്കെയൊക്കെ നടക്കാൻ എന്ത് രസമാണെന്നറിയാമോ. ഇത് നമുക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ല. ഈ ഇത്രയും മുകളാണെങ്കിലും ഈ പാറ വലിയ കയറ്റമില്ലാതെ നിരന്ന് കിടക്കും കേട്ടോ. ചുമ്മാ ഒരു സമയം പോകാനായിട്ടാണെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാനാണെങ്കിൽ നല്ല ഒരു ചെറിയൊരു ഫാമിലി ട്രിപ്പൊക്കെ വെക്കാൻ അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ. നമുക്കിതൊന്നും മനസ്സിൽ നിന്ന് പോകില്ല. ഇതൊക്കെ നമ്മുടെ ഇവിടെ വന്ന ഒരു കാലത്ത് തന്നെ ഇത് അത്ര നമുക്ക് ഓർമ്മകൾ നമുക്ക് ഒത്തിരി സമ്മാനിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ. നമ്മുടെ കൂട്ടുകാരനുണ്ടല്ലോ നമ്മുടെ കൂടെ സഹായിക്കാൻ വന്നേക്കുന്നത് നമ്മുടെ ലിജോമൻ. അവനാണ് നമ്മളെ ഇന്ന് ഡ്രോണൊക്കെ പറത്തി നമ്മളെ സഹായിച്ചു. ഇല്ലെങ്കിൽ തന്നെ ഡ്രോൺ പറത്തുക എന്ന് പറയുന്നത് അത്ര എക്സ്പെർട്ടായിട്ടില്ല, എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ അവൻ നമ്മുടെ കൂട്ടത്തിൽ വന്ന്. അതുപോലെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഏതായാലും ശാഖം നേരത്തെ തോർന്ന് കിട്ടി. ഏതായാലും നമ്മുടെ പരിപാടി തീർന്നു ഏതായാലും. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇനി മഴ പെയ്താലും കുഴപ്പമില്ല എന്നല്ല, എന്നാലും നമ്മുടെ പരിപാടിയെല്ലാം തീർന്നുകൊണ്ട് നല്ല കാലാവസ്ഥ നമുക്ക് ഏതായാലും കിട്ടി. ഇവിടെ പക്ഷികൾ വന്നിരിക്കുന്നത് എന്ത് രസമാണ്. ഇവിടെ പോയ വയറയിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ നിങ്ങളെ കാണാൻ. ഇതിവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കേട്ടോ. ഇവിടെ ഏറ്റവും ഉയരം കൂടിയതുകൊണ്ട് ഇവിടെ ആ ടാങ്ക് നിർമ്മിച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് വെള്ളം താഴെ ഭാഗത്ത് ഈ ഭാഗത്തുള്ളവർക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത്. ഇതുവരെ എത്ര സുന്ദരമായ സ്ഥലമല്ലേ നമ്മുടെ തൊടുപുഴ ടൗണിൽ നിന്ന് മാറി കിടക്കുന്ന നമ്മുടെ ഈ വിശാലമായി കിടക്കുന്ന പാറ. അതുപോലെ ചുറ്റും മലനിരകളാൽ വിസ്തൃതമായ നല്ല അടിപൊളി പച്ചപ്പുകൾ മാത്രം കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. തൊടുപുഴയിലെ ടൗണിൻ്റെ അടുത്തായിരുന്നുള്ള ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മനോഹരമായ ഈ ഉറവപ്പാറയും സമീപ പ്രദേശങ്ങളും. അതുപോലെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.